നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. ഇസ്രയേലുമായുള്ള വെടിനിർത്തൽ കരാർ വ്യവസ്ഥയിൽ നിന്ന് ഹമാസ് പിന്നോട്ട്. ബന്ദികളെ ഉടൻ കൈമാറില്ല എന്ന നിലപാടിലാണ് ഹമാസ്. ഈ വാരാന്ത്യത്തിൽ ഗാസ മുനമ്പിൽ നിന്ന് മോചിപ്പിക്കാനിരുന്ന ഇസ്രയേലി ബന്ദികളെ മോചിപ്പിക്കുന്നതാണ് ഹമാസ് അനിശ്ചിതകാലത്തേക്ക് മാറ്റിവെച്ചിട്ടുള്ളത് എന്ന് ഒരു വക്താവ് തിങ്കളാഴ്ച അറിയിച്ചു. ശനിയാഴ്ച മോചിപ്പിക്കാനിരുന്നവരെ വിട്ടയക്കില്ല എന്നാണ് ഹമാസ് അറിയിച്ചിട്ടുള്ളത്. വെടിനിർത്തൽ കരാറിന്റെ ഭാഗമായുള്ള രണ്ടാം ഘട്ട ചർച്ചകൾ പുരോഗമിക്കുമ്പോഴാണ് പശ്ചിമേഷ്യയെ കൂടുതൽ ആശങ്കയിലാക്കിക്കൊണ്ട് ഹമാസിന്റെ ഈ നീക്കം. ഉടമ്പടിയുടെ ആദ്യ 42 ദിവസത്തെ ഘട്ടം നടപ്പാക്കുന്നതിനെക്കുറിച്ചും ഇനിയും അന്തിമ തീരുമാനമായിട്ടില്ലാത്ത അടുത്ത ഘട്ടങ്ങളെക്കുറിച്ചും ചർച്ച ചെയ്യാൻ ഖത്തറിൽ വരും ദിവസങ്ങളിൽ ചർച്ചകൾ നടക്കാനിരിക്കെയാണ് ഇത്തരമൊരു പ്രസ്താവന ഇപ്പോൾ പുറപ്പെടുവിച്ചിട്ടുള്ളത്. ഇനിയൊരു അറിയിപ്പ് ഉണ്ടാകുന്നതുവരെ മോചനം ഉണ്ടാകില്ല എന്നാണ് ഹമാസ് നിലപാട്. ഹമാസിന്റെ സായുധ വിഭാഗമായ എസദ്ദീൻ അൽ ഖസാം ബ്രിഗേഡിന്റെ വക്താവ് അടുത്ത ബന്ദിമോചനം, അതായത് അടുത്ത ശനിയാഴ്ച ഫെബ്രുവരി 15, 2025 ഷെഡ്യൂൾ ചെയ്തിരുന്നത് കൂടുതൽ അറിയിപ്പ് ഉണ്ടാകുന്നതുവരെ മാറ്റിവെക്കും എന്നാണ് പ്രസ്താവനയിൽ പറഞ്ഞിട്ടുള്ളത്. ഹമാസ് പ്രഖ്യാപനം വെടിനിർത്തൽ കരാറിന്റെ പൂർണ്ണമായ ലംഘനമാണെന്ന് ഇസ്രായേൽ പ്രതിരോധ മന്ത്രി ഇസ്രായേൽ കാറ്റ്സ് പറഞ്ഞു. ഇത് യുദ്ധം പുനരാരംഭിക്കാം എന്നതിന്റെ സൂചന കൂടിയാണ്. വെടിനിർത്തൽ കരാറിലെ വ്യവസ്ഥകൾ ഇസ്രയേൽ ലംഘിച്ചുവെന്ന് ആരോപിച്ചാണ് ഹമാസിന്റെ ഈ നീക്കം. ഗാസ മുനമ്പിലേക്ക് തിരികെ എത്തിയവരെ ഇസ്രയേൽ തടഞ്ഞുവെന്നാണ് ഹമാസ് പറയുന്നത്. രാജ്യാന്തര ഏജൻസികളുടെ സഹായവും ഇസ്രയേൽ തടയുന്നുവെന്ന് ഹമാസ് പറയുന്നു. ഹമാസുമായുള്ള വെടിനിർത്തൽ കരാറിന്റെ ഭാഗമായി ഗാസയിലെ പ്രധാന മേഖലകളിലൊന്നായ നെറ്റ്സാറിം കോറിഡോറിൽ നിന്ന് സൈന്യത്തെ പിൻവലിച്ചു തുടങ്ങിയതായി ഇസ്രയേൽ ഞായറാഴ്ച അറിയിച്ചിരുന്നു. വെടിനിർത്തൽ കരാറിനെ തുടർന്ന് നെറ്റ്സാറിം കോറിഡോർ വഴി കടന്നുപോകാൻ ഇസ്രയേൽ സൈന്യം പലസ്തീനികളെ അനുവദിച്ചിട്ടുണ്ട്. ഇതിനുശേഷം യുദ്ധബാധിത മേഖലയായ വടക്കൻ ഗാസയിലേക്ക് ആയിരക്കണക്കിന് ആളുകളാണ് കാൽനടയായും വാഹനങ്ങളിലും ഇതുവഴി കടന്നുപോയിരുന്നത്. ജനുവരി 19 പ്രാബല്യത്തിൽ വന്ന വെടിനിർത്തൽ ഗാസ മുനമ്പിലെ 15 മാസത്തിലേറെ നീണ്ട പോരാട്ടം വലിയ തോതിൽ നിർത്തലാക്കിയിരുന്നു. ഇസ്രയേൽ കസ്റ്റഡിയിലുള്ള 100 കണക്കിന് പലസ്തീനികളെ മാറ്റി പകരം ഇസ്രയേലി ബന്ദികളെ മോചിപ്പിക്കുകയും ചെയ്തു. ഗാസ മുനമ്പ് ഏറ്റെടുക്കാനും അതിലെ 2 ദശലക്ഷത്തിലധികം നിവാസികളെ നീക്കം ചെയ്യാനും ഡൊണാൾഡ് ട്രംപിന്റെ ഞെട്ടിക്കുന്ന നിർദ്ദേശം വന്നതു മുതലാണ് സംഘർഷം ഉയർന്നുകൊണ്ടിരുന്നത്. പലസ്തീനികളെ സംബന്ധിച്ചിടത്തോളം അവരെ ഗാസയിൽ നിന്ന് പുറത്താക്കാനുള്ള ഏതൊരു ശ്രമവും അറബ് ലോകം നഗ്ബ അല്ലെങ്കിൽ ദുരന്തം എന്ന് വിളിക്കുന്ന 1948 ഇസ്രയേൽ സൃഷ്ടിച്ച സമയത്ത് പലസ്തീനികളുടെ കൂട്ട കുടിയിറക്കത്തിന്റെ ഓർമ്മകൾ ഉണർത്തുന്നതാണ് എന്നാണ് അവർ പറയുന്നത്. കഴിഞ്ഞ ദിവസം ഹമാസ് ഭീകരർ മോചിപ്പിച്ച ബന്ദികളെ കണ്ടാൽ ജർമ്മനിയിലെ നാസി തടവറകളിൽ കഴിഞ്ഞ ജൂതന്മാരെ പോലെ തോന്നുമെന്ന വിമർശനവുമായി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് രംഗത്ത് വന്നിരുന്നു. ഇങ്ങനെ പോയാൽ ഹമാസിനോട് ഒരു കാരണവശാലും ക്ഷമിക്കാൻ കഴിയില്ല എന്ന് ട്രംപ് മുന്നറിയിപ്പ് നൽകുകയും ചെയ്തു. ഇതോടെ പശ്ചിമേഷ്യയിൽ എന്തും സംഭവിക്കാം എന്ന അവസ്ഥയാണ് ഇപ്പോൾ ഉള്ളത്. മോചിപ്പിക്കപ്പെട്ട ബന്ദികളും അനുഭവിച്ച ക്രൂരതകൾ പുറത്തു പറയുന്നുണ്ട്. ആൺപെൺ വ്യത്യാസമില്ലാതെ ബന്ദികളെ ഹമാസ് ഉപദ്രവിച്ചു എന്നാണ് വ്യക്തമാകുന്നത്. പലർക്കും അവർക്കുള്ളതിനേക്കാൾ കുറഞ്ഞത് 25 വയസ്സെങ്കിലും കൂടിയതായിട്ടാണ് തോന്നുന്നതെന്നും അമേരിക്കൻ പ്രസിഡന്റ് കുറ്റപ്പെടുത്തി. നാസി തടങ്കൽ പാളയത്തിൽ ക്രൂരമായി പീഡിപ്പിക്കപ്പെട്ട ജൂതന്മാരുടെ ചിത്രങ്ങളെ അനുസ്മരിപ്പിക്കുന്ന രീതിയിലാണ് ഇവരെ കാണാൻ കഴിയുന്നതെന്നാണ് ട്രംപ് വിമർശിച്ചത്. താൽക്കാലിക വെടിനിർത്തലിന്റെ ഭാഗമായി പുറത്തുവരുന്ന വ്യക്തികളെല്ലാം തന്നെ അങ്ങേയറ്റം അവശനിലയിലാണ് എന്ന് ചൂണ്ടിക്കാട്ടിയ ട്രംപ് ഇവരെ ഹമാസ് ഭീകരർ മൃഗീയമായിട്ടാണ് കൈകാര്യം ചെയ്തതെന്ന് ചൂണ്ടിക്കാട്ടി. ശാരീരികമായി മാത്രമല്ല മാനസികമായും ബന്ദികളോട് അങ്ങേയറ്റം മോശമായിട്ടാണ് ഭീകരർ പെരുമാറിയതെന്നാണ് ലഭിക്കുന്ന വിവരമെന്ന് ട്രംപ് വ്യക്തമാക്കുന്നു. ഹമാസ് ഇതേവരെ 21 ബന്ദികളെയാണ് മോചിപ്പിച്ചത്. 2023 നവംബർ മാസത്തിൽ താൽക്കാലിക വെടിനിർത്തൽ കരാറിന്റെ ഭാഗമായി 105 പേരെയാണ് മോചിപ്പിച്ചിരുന്നത്. 8 പേരെ നേരത്തെ ഇസ്രയേൽ സൈന്യം മോചിപ്പിച്ചിട്ടുണ്ട്. ഹമാസ് ഇസ്രയേലിൽ നിന്ന് തട്ടിക്കൊണ്ടുപോയി ബന്ദികളാക്കി പാർപ്പിച്ചിരുന്ന സ്ത്രീകൾ നേരിടേണ്ടി വരുന്ന ദുരിതങ്ങൾ നേരത്തെ തന്നെ പുറത്തു വന്നിട്ടുള്ളതാണ്. ഇപ്പോൾ പുരുഷ തടവുകാർ ഹമാസ് തടങ്കലിൽ അനുഭവിക്കേണ്ടി വന്ന നരകയാതനകളെക്കുറിച്ചുള്ള റിപ്പോർട്ടുകളാണ് ഞെട്ടിപ്പിക്കുന്ന തരത്തിൽ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. 500 ദിവസത്തോളം ഇവരോട് ഏറ്റവും പ്രാകൃതമായ രീതിയിലാണ് ഹമാസ് ഭീകരർ പെരുമാറിയിട്ടുള്ളത്. പലർക്കും എങ്ങനെയാണ് നടക്കേണ്ടത് എന്ന് പോലും അറിഞ്ഞുകൂടാത്ത അവസ്ഥയാണ്. ഇവരിൽ പലരെയും നിരന്തരമായി തലകീഴായി കെട്ടിത്തൂക്കിയിട്ടായിരുന്നു മർദ്ദിച്ചിരുന്നത്. കയർ കൊണ്ട് കഴുത്ത് മുറുക്കുക, വായ് മൂടിക്കെട്ടുക, കത്തുന്ന വസ്തുക്കൾ ഉപയോഗിച്ച് ഇവരുടെ ശരീരത്തിൽ മുദ്ര കുത്തുക തുടങ്ങിയ സ്ഥിരം ക്രൂര പീഡനങ്ങൾ ഇവരിൽ ഉണ്ടായിട്ടുണ്ട്. ബന്ദികളെ സ്ഥിരമായി പട്ടിണിക്കിടുമായിരുന്നു എന്നും പറയുന്നു. ഇവരെ പാർപ്പിച്ചിരുന്നത് ഭൂഗർഭ അറകളിലെ തീരെ ഇടുങ്ങിയ മുറികൾക്കുള്ളിലായിരുന്നു.
നിൽക്കാനോ അനങ്ങാനോ പോലും കഴിയാത്ത അവസ്ഥയിലായിരുന്നു ഇവർക്ക്. ഒരിറ്റു വായു കിട്ടാൻ പോലും കൂടെയുള്ളവരുമായി മത്സരിക്കേണ്ട അവസ്ഥയിലായിരുന്നു എന്നാണ് പറയുന്നത്. ദിവസങ്ങളോളം ഭക്ഷണമോ വെള്ളമോ കൊടുക്കാതിരുന്നതിന് ശേഷം ചീത്തയായ ബ്രെഡാണ് ഇവർക്ക് കഴിക്കാൻ കൊടുത്തിരുന്നത്. 76 ബന്ദികൾ ഇപ്പോഴും ഹമാസിന്റെ തടവിൽ തന്നെയാണ് കഴിയുന്നത്. ഇതിനിടയിലാണ് ഗാസ മുനമ്പ് തങ്ങൾ ഏറ്റെടുക്കാൻ പോകുന്ന കാര്യം ട്രംപ് പ്രഖ്യാപിച്ചതും. മറ്റ് രാജ്യങ്ങളും ഗാസയുടെ പുനർനിർമ്മാണ പ്രക്രിയയിൽ പങ്കാളിയാകുമെന്നാണ് ട്രംപ് വിശ്വാസം പ്രകടിപ്പിക്കുന്നത്. ഹമാസിനെ ഇനി ഗാസയിൽ അനങ്ങാൻ അനുവദിക്കില്ല എന്നാണ് ട്രംപ് മാധ്യമങ്ങളോട് പറഞ്ഞത്. ഏതായാലും കാര്യങ്ങൾ വീണ്ടും വഷളാകുന്ന ഒരു സൂചനയാണ് ഇപ്പോൾ പശ്ചിമേഷ്യയിൽ നിന്ന് വരുന്നത്. മലയാളി വാർത്ത ഇൻസൈഡ്.